ഇത് റീന കേസ് ഭാഗം 2. ഒരു പക്ഷേ നിങ്ങൾ ഇതിന്റെ 1ാം ഭാഗം കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കാണാത്തവർക്കായി ചെറുതായി ഒന്ന് പറയാം. റീനെ തന്റെ ഭർത്താവും കുഞ്ഞുമായി താമസിക്കുകയാണ്. അങ്ങനെ ഒരു സമയം ഭർത്താവില്ലാത്ത നേരത്ത് വീട്ടിലേക്ക് വന്ന ഒരാൾ അവളോട് മോശമായി പെരുമാറി. ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഭർത്താവും ഭാര്യയും വേർപിരിയുന്നു. തന്നോട് മോശമായി പെരുമാറിയ ആ ഒരു വ്യക്തിയെ റീന പോലീസിന് കാണിച്ചു കൊടുക്കുകയും അവന് 40 വർഷത്തെ ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു. ഇനി ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കരുതി റീന തന്റെ മകളുമായി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവളുടെ വീട്ടിൽ അടുത്തടുത്തായി പല വിചിത്രമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. ആരോ ഒരാൾ 24 മണിക്കൂറും റീനയെയും അവളുടെ വീടിനെയും നിരീക്ഷിക്കുന്നത് പോലെ അവളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു. റീന വിചാരിക്കുന്നത് പോലെ അങ്ങനെ ആരെങ്കിലും അവരെ നിരീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാൾ സത്യത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഇതിനു ശേഷം എന്തൊക്കെ ചെയ്തു? ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ സാധിക്കില്ല. ഇത് കഥയാണോ എന്ന് പോലും തോന്നിപ്പോകും. അങ്ങനെ യഥാർത്ഥത്തിൽ നടന്ന വളരെ വ്യത്യസ്തമായ ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. ഒന്നാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ റീനയുടെ അമ്മ കുറച്ചു ദിവസം അവളുമായി താമസിച്ചു. 2-3 മാസത്തിന് ശേഷം അവർ തിരികെ പോയി. റീനയെ വളർത്തിയ നായയും ഇപ്പോൾ അവളുടെ കൂടെ ഇല്ല. ഈ സമയം റീന അവളുടെ 8 വയസ്സുള്ള മകളും ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നു. 1982 ഏപ്രിൽ മാസം 14-ാം തീയതി റീനയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. നല്ല പനി. വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അവളെ നോക്കാനും ആരും തന്നെ ഇല്ല. എങ്കിലും അയൽവാസിയായി ബാർബറ അവളെ ഒരുപാട് സഹായിച്ചു. റീനയ്ക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കി അവൾക്ക് ഭക്ഷണം കൊടുക്കുക, മരുന്ന് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെ എല്ലാ രീതിയിലും റീനയെ സഹായിച്ചു. അങ്ങനെ ഏപ്രിൽ മാസം 14 രാത്രി ബാർബറ തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് റീനയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഒരു 7 മണിയോടുകൂടി ബാർബറ അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഭർത്താവും ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്നു. 7:30 8 മണിയായി, 8:30 9 മണിവരെയും ബാർബറ വരാത്തത് കൊണ്ട് ഭർത്താവിന് ഇപ്പൊ എന്തോ ഒരു സംശയം വന്നു. സാധാരണ ബാർബറ പോയാൽ ഒരു 5-10 മിനിറ്റ്, കൂടിപ്പോയാൽ 20 മിനിറ്റിൽ വരും. എന്നാൽ ഇപ്പൊ 2 മണിക്കൂറായി. എന്തുകൊണ്ട് ഇതുവരെയും ബാർബറ വന്നില്ല എന്ന സംശയം തോന്നിയ ഭർത്താവ് ഡോൺ നേരിട്ട് പോയി നോക്കാമെന്ന് കരുതി റീനയുടെ വീട്ടിലേക്ക് വരുന്നു. വീട് മുഴുവനും ശാന്തമാണ്. വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സംശയം തോന്നി. കാരണം റീന നേരത്തെ ഒറ്റയ്ക്കാണ്. ആരും അവളെ നിരീക്ഷിക്കുന്നു എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കഥകൾ ഒരിക്കലും തുറന്നിടാറേയില്ല. ഇപ്പോൾ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അത് വ്യത്യസ്തമായി തോന്നി. എന്ത് സംഭവിച്ചു എന്നറിയാനായി വീടിനകത്തേക്ക് കയറി. മുഴുവനും ഇരുട്ടാണ്, ലൈറ്റ് ഒന്നുമില്ല. നേരെ ലിവിംഗ് റൂമിലേക്ക് പോയി. ആ ലിവിംഗ് റൂമിലേക്ക് അയാൾ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, ആ കാഴ്ച കണ്ട് അയാളുടെ ഹൃദയം തന്നെ നിലച്ചതുപോലെ തോന്നി. അതായത് റീന എന്ന സ്ത്രീയുടെ വീടിന്റെ ലിവിംഗ് റൂമിൽ അയാൾ തന്റെ ഭാര്യയായ ബാർബറയുടെ ശരീരം കാണുന്നു. ബാർബറ രക്തം വാർന്നു കിടക്കുന്നു. ആരോ കത്തി കൊണ്ട് കഴുത്ത് മുറിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഡോൺ മനസ്സിലായി ഭാര്യ മരിച്ചുവെന്ന്. എന്ത് ചെയ്യണമെന്നറിയില്ല. അയാൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. എങ്കിലും അദ്ദേഹം ആ ഒരു സാഹചര്യത്തെ വളരെ ധൈര്യമായി നേരിട്ടു. ഭാര്യ ആരോ കൊന്നുവെന്നറിയാം. അയാൾ ഒരു പക്ഷേ ഈ വീടിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ വീട്ടിൽ മറ്റ് 2 പെൺകുട്ടികൾ കൂടെയുണ്ട്. അവരുടെ ജീവനും ആപത്തുണ്ട്. താൻ ശരിയായ സമയത്താണ് ഇവിടെ എത്തിയതെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമല്ലോ എന്ന് കരുതി കരയുന്നത് അവസാനിപ്പിച്ചിട്ട് പതിയെ വീടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. റീന എവിടെയാണ്, മകൾ ഷന എവിടെയാണെന്ന് ആ വീട്ടിലേക്ക് നടന്ന് തിരയുന്നു. അങ്ങനെ ഒരു ബെഡ്റൂം ക്രോസ് ചെയ്ത് പോയപ്പോൾ ആ ബെഡ്റൂമിൽ റീനയുടെ മരിച്ച ശരീരം കണ്ടു. റീനയെയും അതുപോലെ തന്നെ കത്തി കൊണ്ട് കുത്തി പല തവണ കുത്തി കൊന്നിട്ടുണ്ട്. റീനയുടെ തൊട്ടടുത്തായി റീനയുടെ മകളായ 8 വയസ്സുള്ള ഷനയുടെ ശരീരവും കണ്ടു. ഇങ്ങനെ 3 പേരുടെ ഡെഡ് ബോഡിയും കണ്ടപ്പോൾ ഡോണിന് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അത് ചെയ്തവൻ അകത്തുണ്ടെങ്കിൽ തന്നെയും കൊല്ലുമോ എന്നുള്ള ഭയത്തിൽ പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ഓടി പുറത്തേക്ക് വരികയും അയാളുടെ വീട്ടിലേക്ക് കയറി കഥ കടക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ 911 വിളിച്ച് കാര്യം അറിയിച്ചു. അടുത്ത ചില മിനിറ്റിൽ പോലീസും പാരാമെഡിക് ടീമും വന്നു. ഈ 3 പേരും മരിച്ച് ഏകദേശം 1 മണിക്കൂറായി എന്ന് പറഞ്ഞു. ഈ കേസിനെ സംബന്ധിച്ച് പോലീസിനുള്ള ഒരേയൊരു സാക്ഷി ഡോൺ എന്ന ബാർബറയുടെ ഭർത്താവാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആരിത് ചെയ്തിരിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നത്? അയാളും എനിക്കറിയില്ല. പക്ഷേ ചില ദിവസമായി
ഈ വീടിന് ആരോ നിരീക്ഷിക്കുന്നുവെന്ന് റീന എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ ഒരു പക്ഷെ ഇത് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞു. അത് ആരായിരിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് പോലീസ് വീണ്ടും ചോദിച്ചു. ഇപ്പൊ ഡോൺ പറഞ്ഞത് ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് റീനയോട് വളരെ മോശമായി ഒരാൾ പെരുമാറി. എന്നാൽ അവനെ പോലീസ് പിടിക്കുകയും ജയിലിലടച്ചു. 40 വർഷത്തെ ജയിൽ ശിക്ഷയും കൊടുത്തു. അവൻ ജയിലിലാണുള്ളത്. അതിനാൽ അവൻ ചെയ്തിരിക്കേണ്ട സാധ്യതയില്ല, മറ്റേത് ഒരാളാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞു. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ ആ ഏരിയയിലുള്ള മറ്റു ചിലർ പറഞ്ഞത് 2-3 ദിവസമായി സംശയം തോന്നിക്കുന്ന ഒരാളെ ഈ ഏരിയയിൽ ഞങ്ങൾ കണ്ടു. അയാളെ കാണാൻ തന്നെ ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു. മുടിയും താടിയും വളർത്തി വല്ലാത്തൊരു രൂപമായിരുന്നു. അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നുവെന്ന് ഒരു സ്ത്രീയും പറഞ്ഞു. ഇപ്പോൾ ഈ അയൽവാസികൾ പറഞ്ഞത് വെച്ച് ഈ 3 പേരെയും ആര് കൊന്നിരിക്കാം എന്നുള്ളതിന്റെ ഒരു ഊഹം പോലീസിന് കിട്ടി. പോലീസ് ഈ ക്രൈം സീൻ മുഴുവനും പരിശോധിച്ചപ്പോൾ ഒരുപാട് തെളിവുകൾ ലഭിച്ചു. ഈ കൊലയാളി തെളിവുകൾ ഒരുപാട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അവനതിൽ യാതൊരു ദുഃഖവും ഇല്ലായിരുന്നു. മാത്രമല്ല, ഈ കൊലപാതകം ചെയ്ത് അവസാനിച്ചപ്പോൾ അവന്റെ കൈകൾ മുഴുവനും രക്തമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ പോലും അവൻ ഒരു കണ്ണാടി ഗ്ലാസ് എടുത്ത് വെള്ളം കുടിച്ചു. ആ ഗ്ലാസ് മുഴുവനും രക്തക്കറയായിരുന്നു. അവന്റെ ഫിംഗർ പ്രിന്റും അതിലുണ്ടായിരുന്നു. ആ വീടിനുള്ളിൽ ഒരുപാട് കാലടയാളവും ഉണ്ടായിരുന്നു. അന്വേഷണത്തിന് അവസാനം പോലീസ് പറഞ്ഞത് ഈ വീടിനുള്ളിലേക്ക് വന്നവന്റെ ലക്ഷ്യം റീനയായിരുന്നിരിക്കണം. കാരണം അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവളോട് മോശമായി പെരുമാറിയതിനു ശേഷമാണ് അവളെ കൊന്നതെന്ന് കണ്ടെത്തി. ഈ ഒരു സമയത്തായിരുന്നു അകത്തേക്ക് വന്ന ബാർബറയെയും കുഞ്ഞായ ഷനയെയും കൊന്നത്. പക്ഷെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം റീനയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. കൂടെ ആര് കൊന്നിരിക്കാം എന്നുള്ളതും പോലീസ് തന്നെ പറഞ്ഞു. ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുൻപ് വീടിനുള്ളിലേക്ക് കടന്ന് റീനയോട് മോശമായി പെരുമാറിയ അതേ ചാർലസ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ് സാധ്യമാവുക? 40 വർഷത്തെ ജയിൽ ശിക്ഷയാണ്. അവൻ ജയിലിലാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയല്ല. 1 വർഷങ്ങൾക്ക് മുൻപ് അവൻ ജയിലിൽ നിന്നും റിലീസായി. അത്രയും ക്രൂരമായ ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് 40 വർഷത്തെ ശിക്ഷയാണ് കൊടുത്തത്. പക്ഷെ ജയിലിനുള്ളിലെ നല്ല നടത്തിപ്പ് കാരണം 7 വർഷങ്ങൾക്ക് ശേഷം അവൻ റിലീസായി. അങ്ങനെ ചാർലസ് എവിടെയാണെന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. റീനയുടെ വീട്ടിൽ നിന്നും ചില മൈൽ ദൂരത്തിലാണ് അവന്റെ വീടുള്ളതെന്നും പോലീസ് കണ്ടുപിടിച്ചു. അങ്ങനെ പോലീസ് അവന്റെ വീട്ടിലേക്ക് പോയി. പുറത്ത് ഒരു ട്രക്ക് നിൽക്കുന്നുണ്ട്. ആ ട്രക്കിനകത്തേക്ക് നോക്കിയപ്പോൾ മുഴുവനും രക്തമായിരുന്നു. കൂടാതെ റീനയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഒരുപാട് സ്വർണവും ആ കാറിൽ നിന്നും കണ്ടുപിടിച്ചു. ഇതിലൂടെ പോലീസ് ഒന്നുകൂടി ഉറപ്പുവരുത്തി ഈ 3 പേരെയും അവൻ തന്നെയാണ് കൊന്നതെന്ന്. അങ്ങനെ ചാർലസിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് അവനോട് തന്നെ ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, എന്റെ ആദ്യത്തെ ലക്ഷ്യം റീനയായിരുന്നു. അവളോട് പ്രതികാരം വീട്ടാൻ ഞാൻ 7 വർഷം കാത്തിരുന്നു. ആദ്യം ഞാൻ അവളുടെ വീട്ടിലേക്ക് കയറി അവളോട് മോശമായി പെരുമാറി. പക്ഷെ അത് അവിടെ തന്നെ അവൾ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ അവൾ പോലീസിനോട് പറഞ്ഞ് എനിക്ക് ജയിൽ ശിക്ഷ വാങ്ങിത്തന്നു. അതിനാൽ എനിക്ക് അവളോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. പ്രതികാരത്തിനായി ഞാൻ കാത്തിരുന്നു. ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഞാൻ പല മാസങ്ങളോളം അവളെ നിരീക്ഷിക്കാൻ തുടങ്ങി. ശരിയായ സന്ദർഭത്തിനായി കാത്തിരുന്നു. ഒരു ദിവസം എനിക്ക് അവസരവും ലഭിച്ചു. ഞാൻ ആ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ റീന ഒറ്റയ്ക്കായിരുന്നു. അവളോട് ഞാൻ മോശമായി പെരുമാറി, കൊന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു സ്കൂളിൽ നിന്നും വന്ന് അവളുടെ മകളെ കണ്ടത്. മറ്റു മാർഗമില്ലാതെ ആ കുഞ്ഞിനെയും ഞാൻ കൊന്നു. എന്നാൽ ബാർബറ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ലായിരുന്നു. റീനയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി ബാർബറ വന്നപ്പോൾ എന്നെ നേരിട്ട് അവർ കണ്ടു. ഇപ്പോൾ എനിക്ക് മറ്റു മാർഗമില്ല. ബാർബറയെ കൊന്നില്ലെങ്കിൽ വീണ്ടും പോലീസ് എന്നെ പിടിക്കും. അതുകൊണ്ട് ബാർബറയും കൊന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു. ചാർലസിന്റെ ഗേൾഫ്രണ്ടിനെ ചോദ്യം ചെയ്തപ്പോഴും ഇതെല്ലാം സത്യമാണെന്ന് അവരും പറഞ്ഞു. ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം റീനയോട് പകരം വീട്ടണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. 24 മണിക്കൂറും അവളെക്കുറിച്ച് തന്നെ എന്നോട് സംസാരിക്കുമായിരുന്നു. കൂടാതെ അവൻ ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മുൻ ഭാര്യയുമായി കുറച്ചു ദിവസം താമസിച്ചു. പക്ഷെ അവരോടും പലതവണ ക്രൂരമായി പെരുമാറി, ശാരീരികമായും മാനസികമായും ടോർച്ചർ ചെയ്തു. ഇതിനെക്കുറിച്ച് മുൻ ഭാര്യ പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ പോലീസ് ആ കംപ്ലൈന്റ് സ്വീകരിച്ചില്ല. ഒരുപക്ഷെ അന്ന് പോലീസ് ആ കംപ്ലൈന്റ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ 3 പേരും ഇന്ന് ജീവനോട് ഉണ്ടാകുമായിരുന്നു. 1984 ഡിസംബർ മാസം ഈ 3 പേരെയും കൊന്ന കുറ്റത്തിന് ചാർലസിന് വധശിക്ഷ നൽകുകയും ചെയ്തു. അങ്ങനെ ജയിലിൽ അവന്റെ മരണത്തിനായി കാത്തിരിക്കുന്ന ആ ഒരു ഇടയിലുള്ള ദിവസത്തിൽ അവനെ കൈകാര്യം ചെയ്യുക പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. അവന്റെ സെല്ലിൽ താമസിക്കാൻ മറ്റ് തടവുപുള്ളികൾ പോലും ഭയപ്പെട്ടു. കൂടെ താമസിക്കുന്നവരെ അടിക്കുക, ജയിലറെ അടിക്കുക, ഇങ്ങനെ എല്ലാവരോടും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. മൊത്തത്തിൽ ആ ജയിലിൽ അവന്റെ അടുത്തേക്ക് പോകാൻ തന്നെ എല്ലാവരും ഭയപ്പെട്ടു. ഇങ്ങനെ ഒരു 10 വർഷത്തോളം അവൻ അവന്റെ മരണത്തെ കാത്ത് ആ ജയിലിൽ കിടന്നു. അവസാനം 1994 അപ്പോഴുള്ള നിയമം അനുസരിച്ച് ഒരാൾക്ക് വധശിക്ഷ നൽകിയാൽ 2 ചോയ്സ് കൊടുക്കും. അതിലൊന്ന് അവന് തന്നെ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തേത് തൂക്കിലേറ്റുക, രണ്ടാമത്തേത് പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് മരിക്കുക. ഇതിൽ ഏത് വേണമെന്ന് അവനോട് തന്നെ ചോദിച്ചു. പക്ഷെ അവന്റെ മരണം അവനെ കൊണ്ട് അംഗീകരിക്കാൻ സാധിച്ചില്ല. മറ്റുള്ളവരെ വളരെ എളുപ്പത്തിൽ അവനെ കൊണ്ട് കൊല്ലാൻ സാധിച്ചു. പക്ഷെ സ്വന്തം മരണം അവൻ അംഗീകരിക്കാൻ സാധിച്ചില്ല. ഈ 2ൽ ഒന്നുപോലും അവൻ തിരഞ്ഞെടുത്തില്ല. ഇപ്പോൾ അധികാരികൾ ചെയ്തത് അവർ തന്നെ ഒന്ന് തീരുമാനിച്ചു. ശരി, നിന്നെ തൂക്കിലേറ്റാം.
എന്നാൽ ഈ ഒരു വിധി ക്യാൻസൽ ചെയ്യാൻ അവൻ പലതവണ അപ്പീൽ കൊടുത്തു. അവന്റെ അപ്പീലുകളെല്ലാം റദ്ദാക്കി. ഇങ്ങനെ വധശിക്ഷ കിട്ടിയവർ അവസാന സമയത്തൊക്കെ അവർ മുഴുവനായും വെറുത്ത് ജീവിതം തന്നെ ശൂന്യമായ ഒരു അവസ്ഥയിലായിരിക്കും. അങ്ങനെ സ്വന്തം മരണത്തെ അവർ അംഗീകരിക്കും. കൂടുതൽ പേരും അങ്ങനെയാണ്. ചിലർ മാത്രമാണ് ഞാൻ വരില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെയായിരുന്നു ചാൾലസും. അവന് ആ ഒരു മരണശിക്ഷ നിറവേറ്റാനായി കൊണ്ടുപോകുന്ന സമയത്ത് അവൻ എല്ലാവരെയും അടിക്കാനും ടോർച്ചർ ചെയ്യാനും തുടങ്ങി. താൻ വരില്ല എന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. മറ്റു മാർഗമില്ലാതെ ഒരുപാട് അധികാരികൾ ചേർന്ന് അവനെ തൂക്കിക്കൊണ്ടാണ് പോയത്. അങ്ങനെ ഒരു നീണ്ട പരിശ്രമത്തിന് ശേഷം അവനെ തൂക്കിലേറ്റി. ഇപ്പോ അവൻ മരിച്ചു. എങ്കിലും അമേരിക്കയിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യം, ആദ്യം അവളോട് മോശമായി പെരുമാറി അവനെ ജയിലിലടച്ചു, 40 വർഷത്തെ ശിക്ഷ കൊടുത്തു. എന്നാൽ ആ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് അവനെ ജയിലിൽ നിന്നും പുറത്തേക്ക് വിട്ടു? അങ്ങനെ പുറത്തു വന്നതുകൊണ്ടല്ലേ അവൻ 3 പേരെ കൊന്നതെന്ന്. അങ്ങനെ പുറത്തേക്ക് വന്നാലും റീനയെ അത് അറിയിക്കേണ്ടതായിരുന്നു. എങ്കിൽ അവർ കുറച്ച് മുൻകരുതലുകൾ എടുത്തിരിക്കുമായിരുന്നു. ഇങ്ങനെ ജനങ്ങളെല്ലാം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതിനാൽ ഈ സംഭവത്തിന് ശേഷം അമേരിക്കയിലെ നിയമത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. അതും വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ. ഇങ്ങനെ ഒരാൾ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ജയിലിൽ നിന്ന് റിലീസായാൽ ആ കേസിൽ ബാധിക്കപ്പെട്ട ആരായിരുന്നാലും അവർക്ക് ഉടൻ തന്നെ ഒരു അറിയിപ്പ് പോകും. അതുമാത്രമല്ല, ഈ റിലീസായവൻ ഏത് നാട്ടിലേക്കാണ് പോകുന്നത്, നേരത്തെ ഇയാൾ കാരണം ബുദ്ധിമുട്ടിയ ആ ഒരു വ്യക്തിയുള്ള നാട്ടിലേക്ക് തന്നെയാണോ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് നിരീക്ഷിക്കുകയും അവർക്ക് വിവരം അറിയിക്കുകയും ചെയ്യും. പക്ഷേ റീനയുടെ സമയം ഇങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ദാരുണമായി റീനയും കുഞ്ഞും അയൽവാസിയും മരിച്ചു. എന്നാൽ ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം പല ജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇപ്പൊ പോലീസിന്റെ അശ്രദ്ധ കാരണവും ഉത്തരവാദിത്ത കുറവ് കാരണമാണ് ഈ ഒരു 3 പേരും മരിച്ചത്. അതിനാൽ ഈ പോലീസിന്റെ പേര് ലോസ് ഔട്ട് ഫയൽ ചെയ്തു. ചാർലസ് ക്യാമ്പലിന്റെ ആദ്യത്തെ ഭാര്യ പറഞ്ഞത്, ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു, അത് പോലീസ് സ്വീകരിച്ചില്ല, അതിനാൽ എനിക്ക് കോമ്പൻസേഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടൊരു കംപ്ലൈന്റ് കൊടുത്തു. മരിച്ച റീനയുടെ അമ്മ ഒരു ലോസ് ഔട്ട് ഫയൽ ചെയ്തു. ബാർബറയുടെ ഭർത്താവായ ഡോൺ ഒരു ലോസ് ഔട്ട് ഫയൽ ചെയ്തു. അങ്ങനെ ഇവർ 3 പേർക്കും ഏകദേശം $1 മില്യൺ കൂടുതൽ പണം കൊടുക്കുകയും ഈ ലോസ് ഔട്ട് പോലീസിൽ നിന്നും സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ഒരു സ്ത്രീ യാതൊരു തുണയുമില്ലാതെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ളത് ഈ കേസിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇവർക്ക് നടന്ന കാര്യം നാളെ നമുക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വീട് നോക്കാൻ പാടില്ല. ആൾ താമസമുള്ള, ആൾ സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാനായി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഒരു ആപത്ത് വന്നാൽ നിലവിളിച്ച് ആളുകളെ സഹായിക്കാനായി വിളിക്കാൻ സാധിക്കൂ. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഇതുപോലൊരു വ്യക്തി വീടിനുള്ളിലേക്ക് കയറി വന്നാൽ രക്ഷപ്പെടാനായി നേരത്തെ ഒരു സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി വെച്ചിരിക്കണം. അത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷെ ഒരു മുൻകരുതൽ എന്ന വണ്ണം ആ വീടിനുള്ളിലോ വീടിന് പുറത്തോ സുരക്ഷിതമായ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തി വെക്കുക. അടുത്തത്, ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകൾ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും സെൽഫോൺ അടുത്ത് തന്നെ വച്ചിരിക്കുക. ഫുൾ ചാർജ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ പെട്ടെന്ന് ആരെങ്കിലും അറിയിക്കാൻ അത് എളുപ്പമായിരിക്കും. അടുത്തത്, നിങ്ങൾ കിടക്കുന്നതിനടുത്ത് തലകണിക്കടിയിലോ കട്ടിലിനടിയിലോ നിങ്ങൾക്ക് തൊട്ടടുത്തോ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്തെങ്കിലും വച്ചിരിക്കുക. ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആയുധങ്ങൾ നിങ്ങളെ സഹായിക്കും. കൂടാതെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന കാര്യം അധികം ആരോടും പറയരുത്. നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ, ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നവരോട് മാത്രം അത് പങ്കുവയ്ക്കുക. പറഞ്ഞു വന്നാൽ ആരോടും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടെ ആരോ ഉണ്ട്, വീടിനുള്ളിൽ താൻ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്, മറ്റാരൊക്കെ ഉണ്ട് എന്ന രീതിയിലാകണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റവും. കൂടാതെ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, കോളേജിൽ പോകുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയം ഒരേ റൂട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക. ദിവസവും ആ സമയങ്ങളിലും പോകുന്ന വഴികളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. കാരണം നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമയവും വഴികളും കണ്ടുപിടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. കൂടാതെ മറ്റൊരു കാര്യം കേൾക്കാൻ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ അത് നമ്മളുടെ ജീവൻ സംരക്ഷിക്കാൻ സഹായകമാകും. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന ചപ്പൽ അവരുടെ വീടിന് പുറത്തായി സൂക്ഷിക്കുക. 1 or 2 ചപ്പലുകൾ വാങ്ങി വയ്ക്കുക. ഇതുവഴി നിങ്ങൾ ഒറ്റയ്ക്കല്ല, മറ്റാരോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വരുന്നവർ മനസ്സിലാക്കും. ഇതിനെല്ലാം അപ്പുറം അയൽവാസികളുമായി നല്ലൊരു ബന്ധം പുലർത്തുക. എന്തെങ്കിലും ആപത്തിൽ സഹായം ചോദിക്കാൻ എളുപ്പമായിരിക്കും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.